ജുമഅയുടെ കുളിച്ചാൽ ജുമഅ നിസ്കരിക്കാൻ വേണ്ടി വീണ്ടും വുളു എടുക്കേണ്ടതുണ്ടോ? അതോടൊപ്പം മറ്റു ചില ചോദ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. സ്ത്രീകൾ ജുമഅയ്ക്ക് പോകുന്നില്ലെങ്കിൽ ജുമഅ ദിവസത്തിൻ്റെ കുളി സുന്നത്താണോ? അങ്ങനെ ജുമഅ ദിവസത്തിൻ്റെ കുളിച്ചതിന് ശേഷം ജുമഅയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമോ എന്നാണ് ചോദ്യം. ജുമഅക്ക് കുളിക്കുകയും എന്നിട്ട് പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് പ്രത്യേകമായി അതിന് വുളു ഉണ്ടാക്കുകയും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. നമ്മൾ കുളിക്കുന്ന സന്ദർഭത്തിൽ വുളു ഉണ്ടാക്കിയിട്ട് നമ്മൾ കുളിക്കുന്നു. അങ്ങനെ കുളിക്കുമ്പോൾ നമ്മൾ വുളു മുറിയാത്ത രൂപത്തിൽ കുളിച്ചു എങ്കിൽ ആ കുളി നമുക്ക് മതി. എന്നാൽ ആ കുളി വുളുവിനെ പരിഗണിക്കാത്ത ഒരു കുളി കുളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സാധാരണഗതിയിൽ പലരും വെള്ളിയാഴ്ച ഒരു കുളി അങ്ങോട്ട് കുളിക്കും. അവിടെ വുളുവിനെ പരിഗണിക്കാത്ത രൂപത്തിലാണെങ്കിൽ അവൻ വീണ്ടും പോയി വുളു എടുക്കേണ്ടതുണ്ട്. കാരണം കുളിക്കുമ്പോൾ നമ്മൾ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉറച്ചിട്ടും അതുപോലെ തോർത്തിയിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ കുളിച്ചു പോകുന്നത്. അപ്പൊ നമ്മള് വുളുവിനെ കൃത്യമായി പരിഗണിച്ചു കൊണ്ട് കുളിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ കുളി മതി. അതല്ല എങ്കിൽ നമ്മൾ വുളു നിർബന്ധമായിട്ട് എടുക്കേണ്ടത് ഒന്ന്. രണ്ടാമത്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പള്ളിയിലേക്ക് പോകുന്നില്ല ഒരു സ്ത്രീ. അപ്പോൾ ആ സ്ത്രീ കുളിച്ചാൽ, വെള്ളിയാഴ്ചയിൽ കുളിച്ചാൽ അവർക്ക് വെള്ളിയാഴ്ച കുളിയുടെ സുന്നത്ത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ ജുമുഅക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ കുളിക്കുക എന്ന ആശയത്തിലാണ് പ്രവാചകന്റെ കൽപ്പന ഈ വിഷയത്തിൽ എന്നത്. അതുകൊണ്ട് തന്നെ പള്ളിയിൽ ജുമുഅക്ക് പോകുന്നവർക്കാണ് വെള്ളിയാഴ്ചയിലെ കുളി സുന്നത്ത്. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വെള്ളിയാഴ്ച ദിവസമല്ലേ, വളരെ പുണ്യമാക്കപ്പെട്ട ദിവസമല്ലേ, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമൽ ജുമുഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ആദം അലൈഹിസ്സലാം പടക്കപ്പെട്ട ദിവസം, ആദം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ദിവസം, മഹാനവറുകളുടെ തോപ സ്വീകരിക്കപ്പെട്ട, അങ്ങനെ ഒരുപാട് പുണ്യമുള്ള ദിവസമല്ലേ. അതുകൊണ്ട് ആ ദിവസത്തിൽ ഒരു പെരുന്നാളിന് കുളിക്കുന്നത് പോലെ കുളിക്കുന്നത് പുണ്യം എന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായിരുന്നാലും നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ ജുമുഅക്ക് പോകുന്നവർക്കാണ് കുളി സുന്നത്തുള്ളത്. ഇനി വെള്ളിയാഴ്ചയിൽ ഒരാൾ കുളിക്കുകയാണ്, ഈ ദിവസം ഇങ്ങനെയുള്ള പുണ്യമാക്കപ്പെട്ട ദിവസം, അതുപോലെ തന്നെ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പലരും ഈ ദിവസത്തെയും പരിഗണിക്കണം, അതുകൊണ്ടുള്ള കുളിയും പുണ്യം എന്ന രൂപത്തിൽ കാണണമെന്ന് അവരുടെ ഗവേഷണ പഠനങ്ങളിലൂടെ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒരു സാധുവായ ഒരു മനുഷ്യൻ, ഞാൻ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്നില്ലെങ്കിലും ഒരു സഹോദരി കുളിച്ചാൽ അവരുടെ ആ കുളി ഒരു ബിദ്അത്തിന്റെ പട്ടികയിലൊന്നും നമ്മൾ എണ്ണാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.